നമ്മുടെ നാട്ടിലുള്ള എത്തിസ്റ്റുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയൻസ് ഫിലോസഫിയൊക്കെ സ്വപ്നാടനമാണ്. നമ്മൾ സയൻസ് എടുക്കുമെന്ന് പറയുന്ന ഒരാൾക്ക് ശരിക്കും എന്താണ് സയൻസ് എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ സയൻസിൽ നിന്ന് പിന്നെ അത് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സയൻസ് എന്ന് പറയുന്നത് സയൻസ് കേവലം ഒബ്സർവേഷൻ ലിമിറ്റിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ്. നേരിട്ടുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് പുറത്ത് പിന്നെ സയൻസിൽ, അതായത് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ താഴെ വന്നാലേ നമ്മൾ അംഗീകരിക്കുമെന്നുള്ള ഒരു ലൈനാണ്. പക്ഷേ സയൻസ് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സയൻസിന് പിന്നെ ഈ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് പറയാൻ കഴിയില്ല, മൾട്ടിപ്പിൾ യൂണിവേഴ്സുകളെ കുറിച്ച്, അതുപോലെ സ്ട്രിങ് തിയറിയെ കുറിച്ച്. ഇങ്ങനെ ശരിക്കും ഇന്നുള്ള മോഡേൺ ഫിസിക്സ് സംസാരിക്കുന്നത് മുഴുവൻ ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ ധാരണകൾക്ക് പുറത്താണ്. അത് അങ്ങനെ സയൻസ് വർക്ക് ചെയ്യാനുള്ള അതിനുപയോഗിക്കുന്ന ടൂൾസ് ഫിലോസഫിക്കലാണ്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ കരുതുക സയൻസ് ഇപ്പോൾ ഒരു വിഷയത്തിൽ പറയുന്നില്ല, അപ്പോൾ ഗോഡിൻ്റെ വിഷയത്തിൽ സയൻസ് പറയുന്നില്ല, നമ്മൾ ആ ഒരു വീക്ഷണത്തിൽ നോക്കുകയാണ്. അതായത് ഇപ്പോൾ ഇവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രൂപമുണ്ടല്ലോ, സയൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എംപിരിക്കലായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് പറയുന്ന ആ ഒരു എംപിരിക്കൽ ഡാറ്റ മാത്രമേ ഇവർ എടുക്കുള്ളൂ എന്നുള്ള ആ ഒരു രൂപത്തിൽ നോക്കിയാൽ തന്നെ ഇപ്പോൾ സയൻസ് പറയാത്ത ഒരു കാര്യമില്ല എന്നാണ്. അപ്പോൾ ഇവർ സാധാരണ പറയലുണ്ട്, ഈ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നുള്ളത്. അത് വളരെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ക്ലെയിമാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 500-1000 വർഷം മുമ്പ് നമുക്ക് ഇന്നുള്ള ടൈം ഡയലേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്നുള്ള ഒരു 80% ഓഫ് സയൻറ്റിഫിക് ഐഡിയാസ് അന്നില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ പറഞ്ഞ 80% ഓഫ് കാര്യങ്ങൾക്ക് അന്ന് എവിഡൻസ് ഇല്ല. അതിൻ്റെ അർത്ഥം ആ കാര്യങ്ങളൊന്നും അന്നില്ല എന്നല്ല, മറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ അറിയില്ലെങ്കിൽ, എവിഡൻസ് നമ്മളന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീടും സ്വതന്ത്രമായി കാര്യങ്ങളെ മനസ്സിലാക്കുക, അന്വേഷിക്കുക എന്നുള്ളതാണ് സയൻസിൻ്റെ നിലപാട്. ഇനിയിപ്പോൾ എത്തീസത്തിൻ്റെ ഈ രംഗത്തുള്ള നിലപാട് എന്താണ്? എത്തീസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല, നമുക്കങ്ങനെ ഒരു എവിഡൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സയൻസ് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ സയൻസിൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു? സയൻസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പുതിയ ഡാറ്റകൾ ഉണ്ടാവില്ല, പുതിയ ഡിസ്കവറീസ് ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്ന് ഇവർ സ്ഥിരം പറയുന്നത്, ഇവർ മുദ്രാവാക്യം വിളിക്കുന്ന പോലെയൊക്കെയാണ് രവിചന്ദ്രൻ സാർ ഇടയ്ക്ക് ഇങ്ങനെ പറയലുള്ളത്. അപ്പോൾ അതിലൊക്കെ ഒരു പ്രശ്നം. അങ്ങനെ സയൻസ് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന ആധുനിക സയൻസ് തന്നെയല്ല, ആധുനിക ശാസ്ത്രം തന്നെയല്ല. അപ്പോൾ അങ്ങനെയുള്ള ആധുനിക ശാസ്ത്രം ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ലിമിറ്റുകൾക്കപ്പുറമുള്ള കാര്യങ്ങളുണ്ട് എന്നും അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും ഒക്കെ സയൻസ് ചിന്തിച്ചതുകൊണ്ടാണ്.